നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32 അർജൻറ്റീനയെ നേരിടാൻ ഒരുങ്ങുകയാണല്ലോ കേപ്പ് വെർദെ. കളി ജൂലൈ 4 പുലർച്ചെ 3:30 ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ അവരുടെ ക്യാമ്പിലൊരു ബോംബ് വീണ അവസ്ഥയാണ്. ബൊംബാസോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്യാപ്റ്റൻ റയാൻ മെൻഡസിനെതിരെ ബലാത്സംഗ ആരോപണം വന്നിരിക്കുന്നു. കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേപ്പ് വെർദെയുടെ ക്യാപ്റ്റനെ ഇങ്ങനെ കളിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിഫയ്ക്കെതിരെ ആളുകൾ രംഗത്ത് വന്നു തുടങ്ങി. ഫിഫ ഒടുവിൽ ഗത്യന്തരമില്ലാതൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നുള്ള കാര്യം കണ്ടറിയണം. ബ്രസീൽ മാധ്യമം ഗ്ലോബോയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. കേപ്പ് വെർദെയുടെ ക്യാപ്റ്റൻ, വേൾഡ് കപ്പ് ക്യാപ്റ്റൻ ഈ ഒരു ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ വിമണ്ണയാണ് അദ്ദേഹം ആക്രമിച്ചത്. ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയുണ്ടായി. അതിൽ തന്നെ ഈ ബ്രൂയിസസ് ഒക്കെ ഉള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി വളരെ കൃത്യമായിട്ട് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ആ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനൊരു വ്യക്തത ഗ്ലോബോ നൽകുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ഗ്ലോബോ ഇത് വാർത്തയാക്കിയപ്പോഴാണ് ഒടുവിലിപ്പോൾ ഒരു പ്രതികരണവുമായിട്ട് ഫിഫ വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വാർത്തയിൽ പറയുന്നതാണ്, ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. അപ്പോഴേ പരാതിയും കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് മാർച്ചിൽ എന്ന് പറയുമ്പോൾ മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്താണ്. കേപ്പ് വെർദെ നാഷണൽ ടീം അന്ന് ന്യൂസിലാൻഡുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് തന്നെ അവർ പരാതി കൊടുത്തു. ഏപ്രിൽ 10 മുതൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഗ്ലോബോ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. പോലീസിന് സമർപ്പിച്ചിട്ടുള്ളത്, പോലീസിന് കൊടുത്തിട്ടുള്ള കംപ്ലയിൻറ്റ് ഗ്ലോബോ കണ്ടു. മെഡിക്കൽ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ. പിന്നെ ആ ഒരു വനിതയ്ക്ക് സൈക്കോളജിക്കൽ കെയർ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഗ്ലോബൽ റിപ്പോർട്ട് പുറത്തു വിടുന്നത്. ആ ഏരിയയിലുണ്ടായിരുന്ന ബ്രസീലിയൻ വുമണാണ് ഈ ഒരു അതിക്രമത്തിനിരയായത്. അവരെ ന്യൂസിലാൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ ഹയർ ചെയ്യുകയായിരുന്നു കേപ്പ് വെർദെ ടീമിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട്. കാരണം അവരുടെ ലാംഗ്വേജും പോർച്ചുഗീസാണ്, ബ്രസീലിലെ ലാംഗ്വേജും പോർച്ചുഗീസാണ്. അപ്പോൾ അവിടുന്ന് ലഭ്യമാവുന്ന ഒരു ട്രാൻസ്ലേറ്റർ എന്ന രൂപത്തിൽ അവരെ ഹയർ ചെയ്താണ്. അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം ഇങ്ങനെയാണ്. കേപ്പ് വെർദെയുടെ ചിലിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം അവരെ ഒരു ഹോട്ടലിൽ മീറ്റിങ്ങിന് വേണ്ടി ഹോട്ടൽ റൂമിലേക്ക് അവരെ ക്ഷണിച്ചു. അവരത് അറ്റൻഡ് ചെയ്തു. ദെൻ അവർ വിചാരിച്ചത് ഒരു ഇൻ്റർപ്രറ്റർ എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചാണ് അവരങ്ങോട്ടേക്ക് പോയത്. അതായത് ട്രാൻസ്ലേറ്റർ എന്ന രൂപത്തിൽ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് വിളിപ്പിച്ചതെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം കണ്ടത് അതൊരു സോഷ്യൽ ഗ്യാതറിംഗ് ആണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൽ ഓക്കെ അല്ലാത്തത് കൊണ്ട് അവരുടെ നിന്ന് തിരികെ തൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു. ദെൻ അവർ സ്വന്തം റൂമിലേക്ക് എത്തിയ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ റൂമിൻ്റെ വാതിലിൽ വലിയ രൂപത്തിലുള്ള മുട്ടൽ കേട്ട്, തട്ടൽ കേട്ട് അവർ റൂം തുറന്നു. വർക്ക് റിലേറ്റഡ് റിക്വസ്റ്റ് ആണ് എന്ന് കരുതിയിട്ടാണ്, അതായത് ഇനിയിപ്പം ട്രാൻസ്ലേഷൻ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യത്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ വാതിൽ തുറന്നത്. ആ ഒരു മൊമെൻറ്റിലാണ് അവരുടെ കംപ്ലയിൻറ്റിൽ പറഞ്ഞതനുസരിച്ച് റയാൻ മെൻഡസ്, അതായത് കേപ്പ് വെർദെയുടെ ക്യാപ്റ്റൻ, റൂമിലേക്ക് കടന്നതും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതും അവരെ ശ്വാസം മുട്ടിച്ചു, അവരെ പഞ്ച് ചെയ്തു, അങ്ങനെ അവരുടെ മേൽ അതിക്രമം നടത്തി അവരെ ബലാത്സംഗം ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായത്. അവർ ഇതിൻ്റെ ചിത്രങ്ങളും, അതായത് ദേഹത്തുണ്ടായിട്ടുള്ള മുറിവിൻ്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും, അവരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവേറ്റിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ അത്ര ഡീറ്റെയിൽസിലേക്ക് ഇരിക്കുകയാണ്. ആ ഇമേജസൊക്കെ വെച്ചിട്ട് അവർ ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഒരു ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇത്തരത്തിലുള്ള വയലൻസിൽ നിന്നുള്ള സർവൈവേഴ്സിന് അസിസ്റ്റ് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഒരു ഫോറൻസിക് എക്സാമിന് വിധേയമായി. മെഡിക്കൽ റിപ്പോർട്ട് അവർക്ക് മൾട്ടിപ്പിൾ ബ്രൂയിസസ് ഉണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്ന് സ്ഥിരീകരിക്കുന്നതാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള മറ്റ് എക്സാമിനേഷൻസൊക്കെ വൈദ്യപരിശോധനയൊക്കെ നടത്തി അതിൽ കൃത്യമായിട്ട് ഈ അതിക്രമം നടന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. അത് വെച്ച് അവർ പിന്നെ സൈക്കോളജിക്കൽ കെയറൊക്കെ എടുത്തു. അവർ പോലീസിന് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. സ്റ്റേഷനിൽ പോയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ദെൻ അവർ കേപ്പ് വെർദെ ഫുട്ബോൾ ഫെഡറേഷനെ തനിക്ക് സഹായം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമീപിച്ചു. പക്ഷേ
ഒരു തരത്തിലുള്ള സഹായം കേപ്പ് വെർദെ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയില്ല എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ ബ്രസീലിയൻ വുമണും അവരുടെ ഹസ്ബൻഡും കേപ്പ് വെർദെ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ഫിഫക്കുമൊക്കെ ഈ വിഷയത്തിൽ പരാതി അയക്കുകയുണ്ടായി. കൃത്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് താരത്തിനെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. താരത്തെ വേൾഡ് കപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൊടുത്തിട്ടും ഫിഫയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഈ കംപ്ലൈൻറ്റിൻ്റെ മേൽ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി അതിന് ശേഷം പിന്നെ ഫിഫ പ്രതികരിച്ചു. അതിൽ ഫിഫ പറയുന്നത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാത്തത്. ഇനി ഈ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ ഈ വിഷയത്തിൽ മറ്റൊരു വിശദീകരണം ഫിഫയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നാണിപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.